അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ ഏകദേശം രാത്രി 2 മണിയായപ്പോഴേക്ക് മമ്പുറം, മൂയിക്കൽ, പുൽപ്പറമ്പ് എന്നീ സ്ഥലങ്ങളിലൊക്കെ ആവശ്യത്തിന് അതിൻ്റെ അങ്ങേപ്പുറം വെള്ളമായിട്ടുണ്ട് കേട്ടാ. അപ്പം ഞാൻ അത് കണ്ടില്ലാറുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ എടുത്തുവച്ചുണ്ടാവും, എടുത്തേക്കാത്തൂലൊക്കെ പെട്ടിട്ടുണ്ടാവും. അങ്ങനെ കണ്ടമാനം വാഹനങ്ങളൊക്കെ പടിഞ്ഞാറ് ഭാഗങ്ങളിലൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ട്. അത് ആദ്യം തന്നെ പോലെ നമ്മളെ വീഡിയോ നോക്കി എടുത്തുവെച്ചിരിക്കുകയാണെങ്കിൽ പെടൂലെന്നു. അങ്ങനെ നേരം വെളുത്തതിന് ശേഷം വെള്ളം പിന്നെയും ഏന്തിക്കൊണ്ടേ നിൽക്കുകയാണ്. വെള്ളം കൂടാനാണ് ഇനിയും സാധ്യത. അപ്പോൾ എത്രയും പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്തുവെച്ച് സേഫാകുന്നത് നന്നാവും. വെള്ളം കുറയാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം മഴ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. മഴ നിന്ന് പുഴയ്ക്ക് വെള്ളം ഇറക്കം വെച്ചാൽ മാത്രമേ ഈ വെള്ളം ഇവിടുന്ന് ഇറങ്ങുള്ളൂ. അല്ലാത്ത പക്ഷം ഇപ്പോൾ വെള്ളം ഏകദേശം കുണ്ടോട്ടി മുതൽ ചെരുപ്പടിമല ഭാഗങ്ങളിലൊക്കെ പെയ്ത വെള്ളം ഈ പുൽപ്പറമ്പ് ഭാഗത്തേക്കാണ് എത്തുക, മൂയിക്കൽ, പുൽപ്പറമ്പ്. അപ്പോൾ തോട് വഴി പുഴ സ്വീകരിക്കാത്തത് കൊണ്ട് വെള്ളം ഇനിയും അകത്തൊക്കെ കയറും. ഇപ്പോൾ ചില വീടുകളിലൊക്കെ അകത്ത് കയറിയിട്ടുണ്ട്. ചില വീടുകൾ തറക്കൊപ്പം വെള്ളം നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്പസമയം കഴിയുമ്പോഴേക്ക് ഈ തറയിൽ നിൽക്കുന്ന വെള്ളങ്ങളൊക്കെ ഇതൊക്കെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറും. ഏകദേശം 1 മണിക്കൂറും കൂടി വെയിറ്റ് ചെയ്താൽ ഈ വെള്ളം അകത്തെത്തും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എടുത്തേക്കുക. പിന്നെ എടുത്തേക്കാൻ ആളില്ലാത്തവർ കുറേ ആളുകളൊക്കെ മമ്പുറത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട് സഹകരിക്കാൻ. അപ്പോൾ അതൊക്കെ എടുത്തുവെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏതായാലും കുട്ടികളൊക്കെ എല്ലാവരും ജാഗ്രതയായിട്ട് ശ്രദ്ധിക്കുക. കുട്ടികൾ തോട്ടിലും അവിടെ ഇവിടെയൊക്കെ ചാടി മറിയുമ്പോൾ നോക്കേണ്ടതാണ്. ആയുള്ള സ്ഥലം ഉണ്ടാവും, തോടെവിടെ, റോഡെവിടെ, കുയ്യെവിടെ എന്ന് ഒരേപോലെ പരന്നു കിടക്കുമ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വളരെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വാഹനങ്ങൾ കുറഞ്ഞ വെള്ളമുള്ളൂ എന്ന് കരുതി വണ്ടി വെള്ളത്തിൽ കൂടെ വിടാൻ നിൽക്കേണ്ട. ആവശ്യത്തിന് റോട്ടുമ്പിൽ വെള്ളമുണ്ട്, വണ്ടി ഓഫാവും, അത് മൂടും, കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആവേശം നല്ലതല്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തതായി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതോടൊപ്പം ഈ വെള്ളത്തിൻ്റെ പ്രതിസന്ധികളൊക്കെ അവസാനിക്കാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മളും വെള്ളത്തിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നമുക്ക് മാത്രമല്ല, ഏകദേശം ഇന്ത്യൻ്റെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം കൊണ്ടുള്ള പ്രയാസങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വടക്ക് ഭാഗങ്ങളിലൊക്കെ വലിയ വലിയ പ്രയാസങ്ങളാണ്, മണ്ണിടിച്ചിലും കാര്യങ്ങളും എല്ലാ പ്രശ്നമാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും ആകെ പ്രതിസന്ധിയിലാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മളെ സ്ഥലം പഞ്ചായത്ത് മെമ്പർ സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട്, മിസ്റ്റർ റഷീദ്. പരിസരമൊക്കെ മൂപ്പർ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ കയറ്റാനോ പിന്നെ എടുത്തേക്കാനൊക്കെ ആവശ്യമുണ്ടോ, എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, പിന്നെ എന്താ ഹെൽപ്പിന് ആവശ്യമുണ്ടെങ്കിലും വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് മൂപ്പർ സജീവമായിട്ട് രംഗത്ത് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂപ്പർ എത്രയും പെട്ടെന്ന് തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഏരിയയിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ മെമ്പറുമായി ബന്ധപ്പെടാൻ മറക്കണ്ട. വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ അദ്ദേഹം എത്തിക്കാൻ തയ്യാറാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ കുട്ടികൾ വളരെ ശ്രദ്ധിക്കണം. വലിയ കുട്ടികളെ കൂടുതൽ ചെറിയ കുട്ടികളും കൂടി പോകുമ്പോൾ അത് ഓലെ കളീൻ്റെ ഭാഗങ്ങളിലേക്ക് തിരിയുമ്പോൾ ചെറിയ കുട്ടികളെ വലിയൊരു ശ്രദ്ധിക്കില്ല, അതിൻ്റെ ഇടയിൽ മിസ്സാവും. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. വിചാരിക്കുന്ന മാതിരിയല്ല വെള്ളം. എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ അങ്ങനായി ഇവിടെ അങ്ങനായി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് മുൻകൂട്ടി നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ തന്നെ 4 കുട്ടികളിൽ ഒരു കുട്ടി ഏറ്റവും ചെറുതാണ്, മനസ്സിലായില്ലേ? അവർ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പോകും, മറ്റേ കുട്ടീനെ ശ്രദ്ധിക്കാതൊക്കെ വരും. അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം എന്ന് അറിയിക്കുന്നു. ഓക്കെ.